ജീവിത വിജയത്തിന് 366 ഉൾക്കാഴ്ചകൾ. സെൽഫ് ഹെൽപ്പ്. രചന BS വാര്യർ. ശബ്ദം നൽകുന്നത് അനു സേവ്യർ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021. A DC ബുക്സ് പ്രൊഡക്ഷൻ. 1. ഉടൻ തുടങ്ങുക. ഏതു കാര്യവും തുടങ്ങാൻ നല്ല ദിവസം നോക്കുന്നവരാണ് നമ്മിൽ ഭൂരിപക്ഷവും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ആ വഴി നന്നെങ്കിൽ കാര്യം നല്ലതുതന്നെ. പക്ഷെ പലപ്പോഴും മടി മൂലമാകും നാം പലതും തുടങ്ങാൻ താമസം വരുത്തുന്നത്. പിന്നെ എന്ന മട്ടായാൽ ചിലതൊന്നും തുടങ്ങാൻ ഒരിക്കലും കഴിയാതെ വരാം. ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാരിപുഃ എന്ന ചൊല്ലിൽ ഏറെ കഴമ്പുണ്ട്. നമ്മുടെ വൻ ശത്രു നമ്മിൽ തന്നെയാണ്. അത് മടിയാണു താനും. ക്ഷീണിക്കുന്നതിനു മുൻപു തന്നെ വിശ്രമിക്കണമെന്ന തോന്നൽ മടിയുടെ പ്രത്യക്ഷ ലക്ഷണമാണെന്ന് പറയാറുണ്ട്. പലരും പറയും, ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടെന്നേയുള്ളൂ, തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുതിച്ചു മുന്നേറും, തീർച്ച. സ്വയം സമാധാനിക്കാനുള്ള മാനസികമായ അടവാകാമിത്. ഇത്തരക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഫോർമുല കേൾക്കുക. തുടങ്ങാൻ ഏറ്റവും നല്ല ദിനമേത്? ഇന്ന്. തുടങ്ങാൻ ഏറ്റവും നല്ല നേരമെപ്പോൾ? ഇപ്പോൾ. ഒരു കാര്യവും നാളത്തേക്ക് മാറ്റിവയ്ക്കാത്തയാൾ ഏറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുമെന്ന് സ്പാനിഷ് ദാർശനികനായിരുന്ന ബൽട്ടസാർ ഗ്രേഷ്യൻ 1601 1658. ക്ലേശമെന്നു വിചാരിക്കുന്ന കൃത്യങ്ങൾ തുടങ്ങാൻ നമുക്കെല്ലാം വൈമുഖ്യമാണ്. എളുപ്പമുള്ളതും സുഖം പകരുന്നതുമായ കാര്യങ്ങളാണെങ്കിൽ ഒരു താമസവുമില്ലാതെ തുടങ്ങുകയും ചെയ്യും. ശാശ്വതമായ ഗുണം ചെയ്യുന്നത് മിക്കപ്പോഴും ആദ്യം ബുദ്ധിമുട്ടിക്കുന്ന കാര്യമായിരിക്കും. സമയ മാനേജ്മെന്റ് വിദഗ്ധർ പറയും, ചെയ്തു തീർക്കാനുള്ള കൃത്യങ്ങൾ ക്ലേശത്തിന്റെ ക്രമത്തിൽ അടുക്കി ഏറ്റവും ക്ലേശകരമായവ ആദ്യം ചെയ്യണമെന്ന്. പ്രശസ്ത അമേരിക്കൻ ഹാസ്യസാഹിത്യകാരനായ മാർക്ക് ട്വെയിൻ 1835 1910 പറഞ്ഞതുകൂടി കേൾക്കുക. The secret of getting ahead is getting started. The secret of getting started is breaking your complex, overwhelming tasks into manageable tasks and then starting on the first one. ഭാരിച്ച കൃത്യങ്ങൾ കഷണങ്ങളായി നുറുക്കി ആദ്യ കഷണത്തിൽ തുടങ്ങുക എന്നു സാരം. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാകും എന്ന ശുഭപ്രതീക്ഷയോടെ മുന്നേറാൻ എളുപ്പം. 2. എനിക്കിതു കഴിയും. ഏവർക്കും എക്കാലത്തും ഉപയോഗിക്കാവുന്ന പല തത്വങ്ങളും ആവിഷ്കരിച്ച പ്രതിഭാശാലിയാണ് ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ തലതൊട്ടപ്പനായ ഹെൻറി ഫോർഡ്. 1863 1947. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, "If you think you can do a thing or think you can't do a thing, you are right." കണ്ണിൽ എണ്ണയൊഴിച്ച് 2 വർഷം കഷ്ടപ്പെട്ടു തയ്യാറെടുത്ത സമർത്ഥനായ കുട്ടി എൻട്രൻസ് പരീക്ഷയുടെ ദിവസം രാവിലെ "എനിക്കിപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ, പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല" എന്നു വിലപിക്കുന്നത് സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ വിചാരിച്ച് പരീക്ഷയ്ക്ക് പോയാൽ പ്രകടനം മോശമായത് തന്നെ. എനിക്കിതു കഴിയും, ഞാൻ നന്നായി തയ്യാറെടുത്തിട്ടുണ്ട്, മറ്റാർക്കുമുള്ള ശേഷികളെല്ലാം എനിക്കുമുണ്ട് എന്നു വേണം ചിന്തിക്കുന്നതും പറയുന്നതും. ഇങ്ങനെയുള്ളവരെയാണ് വിജയം തുണയ്ക്കുക. ജോലി തേടുന്നവരും ഇന്റർവ്യൂവിന് പുറപ്പെടുന്നവരുമെല്ലാം ഈ മനോഭാവമാണ് പുലർത്തേണ്ടത്. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. നമ്മുടെ പോരായ്മകളെപ്പോലെ തന്നെ കരുത്തുകളെപ്പറ്റിയും നമുക്ക് ബോധം വേണം. പാതി നിറഞ്ഞ പാത്രത്തിന്റെ നിറഞ്ഞ ഭാഗത്തേക്കാണ്, ഒഴിഞ്ഞ ഭാഗത്തേക്കല്ല
Sample complete. Ready to continue?